ജാനകിയുടെയും അബിയുടെയും വീട്ടിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഏഷ്യാനെറ്റിലെ പുതിയൊരു പരമ്പര തുടങ്ങിയിരിക്കുകയാണ്, ജാനകിയുടെയും അബിയുടെയും വീട്. അപ്പോൾ 2 ദിവസം കൊണ്ട് കഥ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. കഥയിലെ കഥാപാത്രങ്ങളുടെ പ്രത്യേകതയും പിന്നെ വില്ലന്മാരെയും ഒക്കെയാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജാനകിയുടെയും അബിയുടെയും ജീവിതത്തിലെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കഥകളാണ് ഈ ഒരു സീരിയലിൽ പ്രധാനമായിട്ടും. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെ ട്വിസ്റ്റുകളായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ജാനകിയും അബിയും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം അബിയെ രക്ഷിച്ചത് ജാനകിയാണല്ലോ. ആ ഒരു അവസാന ഘട്ടത്തിൽ ജാനകി വന്നുകൊണ്ടാണ് അബി രക്ഷപ്പെട്ടത്. പക്ഷേ ഇത് ആര് ചെയ്തു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമത്തിലാണ് ജാനകിക്ക് നളിനിയെ ചെറിയൊരു സംശയം തോന്നിയത്. അങ്ങനെ നളിനിയോട് ചോദ്യം ചെയ്തു. അബിയും ജാനകിയും കൂടിയാണ് ചോദ്യം ചെയ്തത്. അങ്ങനെ അവസാനം സത്യങ്ങൾ പിടികിട്ടി. പടന്നലത്തുള്ള വിശ്വനാഥൻ തമ്പിയും പിന്നെ അപർണയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു കുരുക്കുണ്ടാക്കിയത് എന്ന് ജാനകിയോട് നളിനി പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണ്. ഞാൻ ഒരിക്കലും നിങ്ങളെ ചതിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഇനി എനിക്കിവിടെ നിൽക്കുന്നതിൽ യോഗ്യയില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് നളിനി ജോലിയിൽ രാജിവെച്ച് ജോലി നിർത്തി പോകാനായിട്ട് തുടങ്ങുമ്പോഴാണ് ജാനകി പറയുന്നത്, നളിനി ചേച്ചി നിൽക്ക്, പോകണ്ട, എന്തായാലും ചേച്ചി ചെയ്തത് തെറ്റാണ്. പക്ഷേ ചേച്ചിയുടെ സാഹചര്യങ്ങളും എല്ലാം എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ചേച്ചി എന്തായാലും പോകണ്ട, കുഴപ്പമില്ല, ഇവിടെ നിന്നോ, ചേച്ചിക്കൊരു മോളല്ലേ ഉള്ളയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നളിനിയോട് വീണ്ടും ഇവിടെ തന്നെ തുടർന്നോളാനായിട്ട് ജാനകി പറയുന്നുണ്ട്. പക്ഷെ അബി പറഞ്ഞു, ജാനകി പോയതിനു ശേഷം ജാനകിയോട് നമ്മുടെ നളിനി പോയതിനു ശേഷം ജാനകിയോട് അബി പറഞ്ഞു, എന്തായാലും ഈ ഒരു വിവരം ഇവിടെയുള്ള എല്ലാവരോടും അറിയിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ല. പക്ഷെ ജാനകി പറഞ്ഞത് വേണ്ട, അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ നളിനി ചേച്ചിയോട് ചോദ്യവും പറച്ചിലും ഒക്കെ ആവും, പിന്നെ അത് വലിയൊരു പ്രശ്നമാവും. അതുകൊണ്ട് അവരെ ആരെയും അറിയിക്കണ്ട, എന്തായാലും നമുക്ക് തന്നെ ഇത് കൈകാര്യം ചെയ്യാം. പക്ഷേ എനിക്ക് നളിനി ചേച്ചിയെ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ കുറ്റക്കാരിയായിട്ട് നിർത്തുന്നത് എനിക്കിഷ്ടമല്ല. നമ്മൾ ഒരാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞിട്ട് അവരെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടിട്ടല്ല നമ്മൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ അവരോട് ക്ഷമിക്കേണ്ടത്. നമ്മൾ അവരെ ചേർത്ത് നിർത്തി സ്നേഹത്തിലൂടെ വേണം അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്ന് ജാനകി പറയുന്നുണ്ട്. അത് മാത്രമല്ല, നളിനി ചേച്ചിയിൽ എന്നെയാണ് ഞാൻ കണ്ടത്. ഞാനും ഇതുപോലെ ഒരു അഴുക്കുചാലില്ല, ഒരു അനാഥയായിട്ടാണ് ഞാൻ നിന്നത്. അങ്ങനെ അബിയാണ് എന്നെ ഈ ഒരു നല്ല ഒരു കുടുംബത്തിലോട്ട് ഇത്രയും ആൾക്കാരെ എനിക്ക് സ്വന്തക്കാരാക്കി തന്നത്. അതുകൊണ്ട് നളിനി ചേച്ചിയിൽ എന്നെയാണ് കണ്ടത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത് എന്ന് എനിക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കെട്ടിപ്പിടിച്ച് ജാനകി അബിയെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. കാരണം ജാനകി ഒരു അനാഥയായിരുന്നു. അനാഥയായ ജാനകിയാണ് അബി കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ജാനകിക്ക് അവരുടെ ആ ഒരു വേദന എന്താണ് എന്ന് ജാനകിക്ക് അറിയാം. അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉണ്ണിത്താൻ വക്കീൽ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം അജയ് ആ ഒരു കേസ് ജയിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇത് ഉണ്ണിത്താന്റെ മകള് നിരഞ്ജനയും ആ ഒരു ഓഫീസിലുണ്ടായിരുന്നു. അങ്ങനെ അച്ഛന് സഹായിക്കാൻ വേണ്ടിയിട്ട് നിരഞ്ജന വന്നതാണ്. അപ്പോൾ ഉണ്ണിത്താൻ പറയുന്നുണ്ട്, എനിക്ക് ഒരു അത്യാവശ്യയുടെ ഫയൽ വേണം, ഞാൻ തപ്പിത്താ എന്നൊക്കെ പറഞ്ഞാണ് നിരഞ്ജന അവിടെ നിർത്തിയത്. അങ്ങനെ നിരഞ്ജന ആ ഒരു ഫയലൊക്കെ തപ്പി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ണിത്താൻ വക്കീലിന്റെ ഓരോ ശിഷ്യന്മാർ വരുമ്പോഴും നമ്മുടെ അജയെ കുറിച്ചാണ് പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം പണ്ട് ഉണ്ണിത്താൻ എങ്ങനെയാണോ ആ ഒരു കേസ് വാദിച്ചുകൊണ്ടിരുന്നത് അതുപോലെയാണ് അജയെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പുകഴ്ത്തി അജയ് ഇങ്ങനെ പൊക്കി ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ നിരഞ്ജനയ്ക്ക് ഒരുപാട് സന്തോഷമായി. കാരണം നിരഞ്ജനെ സ്നേഹിക്കുന്ന ആളാണല്ലോ അജയ്. അപ്പോൾ അജയെ തന്റെ അച്ഛൻ തന്നെ ഇങ്ങനെ പൊക്കി പറയുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. എന്തായാലും ആ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും എന്നെ അബിയെ ജാനകി രക്ഷിച്ചതിൽ അബിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടെങ്കിലും ചെറിയൊരു നീരസം അബിക്കുണ്ട്. അങ്ങനെ അബി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ജാനകി വന്ന് അബിയോട് സംസാരിക്കുകയും പിന്നെ അവരുടെ പ്രണയ നിമിഷങ്ങളാണ്. അങ്ങനെ ജാനകിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് അബി ഒരു കാര്യം ജാനകിയോട് പറഞ്ഞു, എനിക്ക് എന്തൊക്കെ നീ നല്ല കാര്യങ്ങൾ ചെയ്താലും എനിക്ക് നിന്നോട് ദേഷ്യമുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് ജാനകി അബിയോട് ചോദിക്കുമ്പോഴാണ് അബി പറയുന്നത്, നിനക്ക് ലൈസൻസ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നത്, നിനക്ക് ലൈസൻസ് ഉണ്ട്, പക്ഷേ നിനക്ക് നല്ല നേരെ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. നീയാണ് ഈ കാറും എടുത്തുകൊണ്ട് ഇത്രയും ട്രാഫിക്കിന്റെ ഇടയിൽ ഇത്രയും ദൂരം നീ വന്നത്. അപ്പൊ എന്ത് വിശ്വാസത്തിലാണ് നീ വന്നത്? നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേനെ? ഇപ്പൊക്കെ ആ ഒരു ടെൻഡർ പോയിരുന്നെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് ഈ അടുത്ത പിടിക്കാമില്ലെന്നുണ്ടെങ്കിൽ വർഷം ഇപ്പോൾ അടുത്ത വർഷം കൊണ്ട് ഇതിൽ കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷേ
നീ ഇത്രയും ധൈര്യത്തിൽ എങ്ങനെ വന്നു, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, എനിക്കും പൊന്നിനും ആരുണ്ട് എന്നൊക്കെ അബി ഇങ്ങനെ പറയുമ്പോഴാണ് ജാനകി ഒരു സത്യം പറഞ്ഞത്. എനിക്ക് ഡ്രൈവിംഗ് അറിയാം അബിയേട്ടാ, എനിക്ക് ഡ്രൈവിംഗ് അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ ഇത്രയും ദൂരം ഇത്ര സ്പീഡിൽ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ എങ്ങനെ വരുമായിരുന്നു, അതുകൊണ്ട് എനിക്ക് നല്ലതുപോലെ ഡ്രൈവിംഗ് അറിയാം. പിന്നെ ഞാൻ അബിയേട്ടനെ കൊണ്ട് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും പോയിക്കൊണ്ടിരുന്നത് വെറുതെയാണ്. കാരണം ഇത്രയും ആൾക്കാരുള്ള ഇടയിൽ നമുക്ക് രണ്ടുപേർക്കുമായിട്ടൊരു പ്രൈവസി വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അബിയേട്ടനെ കൊണ്ട് ഡ്രൈവിംഗ് അറിയത്തില്ല, കൈ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നത് എന്ന് ജാനകി അബിയോട് പറഞ്ഞപ്പോൾ അബിക്ക് ഒരുപാട് ദേഷ്യം വന്നു. അപ്പോൾ അബി പറഞ്ഞത്, നീ എന്തായാലും കാണിച്ചത് ശരിയായില്ല, നീ അപ്പോൾ എന്നെ കബളിക്കുമായിരുന്നല്ലേ, നീ എന്നെ പറ്റിക്കുമായിരുന്നല്ലേ എന്ന് അബി തിരിച്ച് ജാനകിയോട് ദേഷ്യപ്പെടുകയും അങ്ങനെ അത് ജാനകി സങ്കടത്തോടെ നിൽക്കുന്ന സമയത്ത് അബിക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അങ്ങനെ അബി കോൾ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകുന്നുണ്ട്. പക്ഷെ ജാനകിക്ക് ഒരുപാട് കുറ്റബോധമുണ്ട്. കാരണം താൻ ഇത്രയും ഒരു തെറ്റാണല്ലോ അബിയോട് കാണിച്ചത് എന്നുള്ളൊരു കുറ്റബോധം, സങ്കടത്തിൽ നിൽക്കുവാണ്. ഈ സമയത്ത് പൊന്നു വന്ന് നമ്മളെ അജയോട് സംസാരിക്കുകയും അജയോട് സ്വീറ്റ്സ് കൊടുത്തിട്ട്, മുത്തശ്ശി ഒരുപാട് സ്വീറ്റ്സ് അപർണ ചെറിയമ്മ വന്നപ്പോൾ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് തന്നില്ല, ഇത് ചെറിയച്ഛന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചതാണ് എന്ന് പറഞ്ഞിട്ട് പൊന്നൂസ് കുറച്ച് സ്വീറ്റ്സ് കൊണ്ടു കൊടുക്കുകയും പിന്നെ പൊന്നൂസും അജയായിട്ട് ഭയങ്കര കളിയും ചിരിയും മേളമൊക്കെ ആയിട്ട് നടക്കുവാണ്. ഈ സമയം നമ്മളെ ഉണ്ണിത്താനും നമ്മളെ നിരഞ്ജനയും ഭാര്യയൊക്കെ ആയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അജയെ കുറിച്ചാണ് ഉണ്ണിത്താൻ ഒരുപാട് പൊക്കി പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ ഭയങ്കര ശിഷ്യനാണ്, ഞാൻ ഇതുപോലത്തെ ഒരു ശിഷ്യനെ കണ്ടിട്ടില്ല, അജയ് അത്രത്തോളം നല്ല ബ്രില്യൻ്റ് ആണ് എന്നൊക്കെ ഉണ്ണിത്താൻ ഇങ്ങനെ അജയെ കുറിച്ച് പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ നിരഞ്ജന നേരെ പോയി അജയെ ഫോൺ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അജയ്ക്കും ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ അവർക്ക് ഇടയിലുള്ള സംസാരത്തിന്റെ ഇടയിൽ അജയ് പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്, ഞാൻ നിന്റെ അച്ഛൻ്റെ മനസ്സിൽ കയറി പറ്റാൻ വേണ്ടിയിട്ടും അച്ഛൻ്റെ ആ ഒരു നല്ല ആളാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പാടുപെടുന്നത്, അത് നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അജയും നിരഞ്ജനയും അവര് തമ്മിൽ പ്രണയത്തിലാണ്. അപ്പൊ അവരുടെ ആ ഒരു പ്രണയം സ്വന്തം അച്ഛനും രണ്ട് വീട്ടുകാരും സമ്മതിച്ച് കല്യാണം കഴിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അജയ് ഈ ഒരു വക്കീൽ പണി പഠിച്ചതും ഉണ്ണിത്താന്റെ കീഴില് ശിഷ്യനായതും ഉണ്ണിത്താനെ കൊണ്ട് ബ്രില്യൻ്റ് ആണെന്ന് പറയിപ്പിക്കുന്നതും എല്ലാം ഇതിനു വേണ്ടിയിട്ടാണ്, നിരഞ്ജനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉണ്ണിത്താന്റെ മനസ്സിൽ കയറി പറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അജയ് നിരഞ്ജനയോട് പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ ആ ഒരു പ്രണയ സംസാരങ്ങളും ആ ഒരു നിമിഷമൊക്കെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സമയത്ത് ജാനകി ഭയങ്കര സങ്കടത്തിലായിരുന്നു. അബി ഇങ്ങനെ വഴക്ക് പറഞ്ഞതിൽ ഭയങ്കര സങ്കടമുണ്ട്. അങ്ങനെ ആ ഒരു സങ്കടത്തിൽ നിൽക്കുന്ന സമയത്ത് അബി വന്നതിന് ശേഷം ജാനകിയോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ ഇത് അബിയേട്ടനെ കബളിപ്പിക്കുമായിരുന്നു, ഞാൻ പറ്റിക്കുമായിരുന്നു, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ജാനകി അബിയോട് പറയുമ്പോൾ അബി ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് ജാനകി കെട്ടിപ്പിടിച്ചതിന് ശേഷം പറയുവാണ്, ഞാൻ വെറുതെ പറഞ്ഞതാണ്, നീ എന്നെ പറ്റിച്ചു, നീ നിനക്ക് കാർ ഓടിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് നീ എന്നെ പറ്റിച്ചു, അതുപോലെ ഞാൻ വെറുതെ നിന്നെ പറ്റിച്ചതാണ്, ഒരിക്കലും ഞാൻ ആ ഒരു കാര്യത്തിൽ നിന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല, എനിക്ക് പേടിയുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, നീ കാർ ഓടിക്കാൻ പഠിച്ചല്ലോ, എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. രണ്ടാമത്തെ കാര്യം, നീ ഇപ്പോൾ ആഗ്രഹിച്ചത് എൻ്റെ കൂടെ കുറച്ച് നിമിഷം ഇരിക്കണം, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്പേസ് നമുക്ക് വേണം, ഇത്രയും ആൾക്കാരുള്ളപ്പോൾ നമുക്ക് കുറച്ച് നിമിഷം നമുക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നീ അങ്ങനെ ഒരു ഐഡിയ കണ്ടുപിടിച്ചത്. അതുപോലെ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു നിൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കണമെന്ന്. ആ ഒരു സമയത്താണ് നീ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് എൻ്റെ അടുത്ത് വരുന്നത്, അപ്പം ഞാനും നിൻ്റെ കൂടെയുള്ള ആ ഒരു നിമിഷങ്ങൾ ആസ്വദിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ജാനകിയെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ അവരുടെ സന്തോഷത്തോടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നമ്മുടെ ജാനകിയെയും അബിയോട് ഭയങ്കര ദേഷ്യമാണ് തമ്പിക്കുള്ളത്. അങ്ങനെ അവരെ തകർക്കാൻ വേണ്ടിയിട്ട് തമ്പി ശ്രമിക്കുമ്പോൾ ആ ഒരു ശ്രമങ്ങളെല്ലാം പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അബിക്ക് എന്നും താങ്ങായിട്ട് ജാനകിയുമുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിലും അവരുടെ കുടുംബത്തിലും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരും നാളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.